قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. قال فما خطبك يا سامري. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ജീവിതം ക്രമീകരിക്കാൻ എന്നെയും നിങ്ങളെയും ഒക്കെ പടച്ച റബ്ബ് തുണക്കുമാറാകട്ടെ. ഈ സമയം പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും സമയം ഇതൊരു വലിയ സൽക്കർമ്മമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 40-ാമത് ക്ലാസ്സിൽ ഇന്ന് 95-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ ആ ഒരു സന്ദർഭത്തിൽ ചെറിയൊരു ഇടവേളയിൽ സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ അവർക്ക് മുമ്പിൽ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ആളുകളൊക്കെ കടുത്ത ശിർക്കിലേക്ക്, ആ പശുക്കുട്ടിയെ ആരാധിക്കുന്ന രൂപത്തിലേക്ക് മാറുകയുണ്ടായി എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഹാറൂൻ നബിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞില്ലേ, അവരുപദേശിച്ചില്ലേ, പിന്നെന്ത് സംഭവിച്ചു? അതിന് അദ്ദേഹം നൽകിയ മറുപടിയും നമ്മൾ കണ്ടു. നിങ്ങൾ വരട്ടെ എന്നുള്ളവർക്ക് കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കണ്ട എന്ന് കരുതി. നിങ്ങൾ എന്നോട് പോകുമ്പോൾ പറഞ്ഞു പോയ വിഷയങ്ങളുണ്ടല്ലോ, ഞാനത് പ്രകാരം നീങ്ങുകയാണ് ഉണ്ടായത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറയുന്നത്. സഹോദരങ്ങളാണ്. ആ നിലക്കുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് അവർക്കിടയിൽ ഉണ്ടായത്.
അല്പം ദേഷ്യം പിടിക്കുന്നു മൂസാ നബി അലൈഹിസ്സലാം. അതിന് മറുപടി എന്നോണം, എന്റെ ഉമ്മാന്റെ മകനെ, നീ എന്റെ തലക്കും എന്റെ താടിക്കും ഒന്ന് പിടിക്കല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തോട് സംസാരിക്കുന്ന പ്രകൃതമാണ് ഹാറൂൻ നബിക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇനി മൂസാ നബി അലൈഹിസ്സലാം സാമിരിയുടെ നേരെ തിരിഞ്ഞ്, അദ്ദേഹത്തിന്റെ ഒരു അനുയായിയാണ്, വിശ്വാസിയായിക്കൊണ്ട് വന്ന വ്യക്തിയാണ്, ചെങ്കടൽ കടന്നുകൊണ്ട് രക്ഷപ്പെട്ടു വന്ന ബനൂ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സാമിരി ചെയ്തത്, എന്താണ് നിന്റെ ഈ വിഷയത്തിലുള്ള ന്യായീകരണം, അതൊന്ന് കേൾക്കേണ്ടതുണ്ട് എന്നുള്ളവർക്ക് സാമിരിയോട് ചോദിക്കുന്നു. ഖാല ഫമാ ഖത്ബുക യാ സാമിരിയു. തുടർന്ന് സാമിരിയോട് അദ്ദേഹം ചോദിക്കാണ്, ഹേ സാമിരി, നിന്റെ കാര്യം എന്താണ്? ഫമാ ഖത്ബുക, നിന്റെ കാര്യം, നിന്റെ കേസ്, നിന്റെ കാര്യം എന്താണ്, നിന്റെ വിഷയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഖത്ബുൻ എന്ന് പറഞ്ഞാല് ഗൗരവമുള്ള ഒരു കാര്യം എന്നാണ് ഖത്ബുൻ. ഖത്തബ എന്ന വേറൊരു വാക്കുണ്ട്, അതിന്റെ അർത്ഥം പ്രസംഗിച്ചു, വിവാഹാലോചന നടത്തി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഖത്തബ എന്നാൽ. ഖിത്ബത്ത് എന്നൊരു വാക്കുണ്ട്, അതിന്റെ അർത്ഥം വിവാഹ നിശ്ചയം എന്നാണ്. ഖിത്ബത്ത് വിവാഹാലോചന എന്നും വിവാഹ നിശ്ചയം എന്നൊക്കെയാണ് ഖിത്ബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഖുത്തുബത്ത് എന്നുള്ള വേറൊരു വാക്കുണ്ട്, അത് നമ്മുടെ സാധാരണ ഖുത്തുബ എന്ന് പറയുന്നത് പ്രസംഗം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന പ്രസംഗത്തിന് പറയുന്ന പേരാണ് ഖുത്തുബ എന്നുള്ളത്. അതേപോലെയുള്ളൊരു വാക്ക് തന്നെയാണ് ഖത്ബുൻ. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം, വിവാഹാലോചന, വെള്ളിയാഴ്ചയിലെ ഖുത്തുബ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള സംഗതിയാണല്ലോ. അതേപോലെ ഒരു പ്രാധാന്യമുള്ള സംഗതി എന്നുള്ള നിലക്കാണ് ഖത്ബുൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഖത്ബ് എന്ന് പറഞ്ഞാൽ പദാർത്ഥം ഗൗരവമുള്ള കാര്യം. സാധാരണ ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല, ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല, വളരെ നിന്റെ കാര്യം എന്താണെന്ന് ഇവിടെ ചോദിക്കുമ്പോ നിന്റെ ആ ഗൗരവത്തിലുള്ള ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വാക്കല്ല ഖത്ബുൻ എന്നുള്ളത്. ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാ ഖത്ബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, യൂസുഫിനെ നിങ്ങൾക്ക് വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം എന്തായിരുന്നു എന്ന് ആ സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ ഖത്ബുകുന്ന, നിങ്ങളുടെ കാര്യം എന്താണ്? അപ്പൊ ഒരു വലിയ പ്രധാനപ്പെട്ട ആ വിഷയമാണ്, ആ ഒരു പ്രധാന സംഭവത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഖത്ബുൻ എന്ന് പറയാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഖുർആനിൽ വന്നിരിക്കുന്ന മറ്റൊരു ഭാഗത്ത് വന്നത്, ഇതൊക്കെ പഠിച്ചു പോകുമ്പോ ആ പദങ്ങളെ കൂടെ നമ്മളിവിടെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ കൂടെ കവർ ചെയ്തു പോകാമല്ലോ. അതേതായിരുന്ന സംഭവം, മൂസാ നബി അലൈഹിസ്സലാം, നമ്മൾ നേരത്തെ പറഞ്ഞ ശുഐബ് നബിയുടെ ഇതാണെങ്കിൽ ആ 2 മക്കളുണ്ടായിരുന്നല്ലോ, ആ മക്കളോട് ചോദിക്കുന്ന 2 പെൺമക്കളോട് ചോദിക്കുന്ന ചോദ്യ, അവർക്ക് ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ സാധ്യമാകാതെ അവർ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നത് കാണുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത് മാ ഖത്ബുക്കുമ, നിങ്ങളുടെ കാര്യം എന്താണ്? വലിയൊരു കാര്യപ്പെട്ട വിഷയം എന്നുള്ളവർക്ക് ആണ് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആളുകൾ എന്താണ്, ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കാൻ ഉപയോഗിച്ച ഭാഗത്തും ഖത്ബുക്കുമ, ഖത്ബുൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ വലിയൊരു കാര്യപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് ആ ആയത്ത് മനസ്സിലാക്കി. ചെറിയൊരായത്താണ്. അതിന് മറുപടി പറയുന്നു ആര്? സാമിരി. അതാണ് ഇനി നമ്മൾ അടുത്ത ആയത്ത് 96-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. നോക്കാം. قال بصرت بما لم يبصروا به فقبلت قبضة من نثر الرسول فنبذتها وكذلك سولت لي نفسي. ഒന്നും കൂടെ. قال بصرت بما لم يبصروا به
فقبضت قبضة من نسر الرسول فنبذتها وكذلك سولت لي نفسي. قال അവൻ പറഞ്ഞു, ബസുർത്തു ഞാൻ കണ്ടു മനസ്സിലാക്കി. ബസുർത്തു ബസറ സ്വാന്നല്ല സൂന്നാണ്, ലമ്മാണ്, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബിമാലൻ യബ്സുറു ബി, യബ്സുർ ബസുറ എന്നുള്ളതിന്റെ മുളാരി യബ്സുറൂബി, അവർ ഒന്നും കണ്ടു മനസ്സിലാക്കാത്തത്. ബിമാലം യബ്സുറു ബിഹി, അവരൊന്നും കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി. കൂട്ടത്തിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ആ സ്വർണം ഒരുക്കാൻ വേണ്ടി തീയിലേക്ക് ഇട്ടപ്പോ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്, അത് ആളുകൾക്കൊന്നും മനസ്സിലായില്ല. മിൻ അസരി റസൂൽ, അതെന്താണ്? അതിനെ ഫഖബൽതു ഖബലതൻ മിൻ അസരി റസൂൽ, അങ്ങനെ ഞാൻ ആ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഒരു പിടി പിടിക്കുകയും ചെയ്തു. അതെന്താന്നുള്ളത് വിശദീകരണത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കുക, എന്ത് മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എപ്പോ? ആ സ്വർണം ഉരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. ഫഖബൽതു ഖബലതൻ മിൻ നസരി റസൂൽ, അങ്ങനെ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഞാനൊരു പിടി പിടിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വിഷയമാണ്. ഫനബദ്തുഹ, എന്നിട്ട് ഞാൻ അതിനെ എറിഞ്ഞു കളഞ്ഞു, ഞാൻ അതിനെ ഇട്ട് കളയുകയും ചെയ്തു. നബദ എറിഞ്ഞു, ഫനബദ്തുഹ ഞാൻ അതിനെ എറിഞ്ഞു കളയുകയും ചെയ്തു. ഒരു പിടിയാണ് ഞാൻ പിടിച്ചത്, എന്നിട്ട് ഞാൻ അത് ഇട്ട് കളഞ്ഞു, എറിഞ്ഞു കളഞ്ഞു. വകദാലിക, അപ്രകാരം സവ്വലത് ലീ നഫ്സി, എനിക്ക് എന്റെ നഫ്സ് അങ്ങനെ പ്രേരിപ്പിച്ചു. സവ്വലത് പ്രേരിപ്പിച്ചു, ലീ എനിക്ക്, നഫ്സി എന്റെ നഫ്സ്, എന്റെ മനസ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നിച്ചത്. പ്രത്യേകിച്ച് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇതിൽ ഒന്നും മനസ്സിലാവുന്നൊന്നും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മള് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പോവുക, എന്നിട്ട് വിശദീകരണത്തിലേക്ക് വരാൻ ശ്രദ്ധിച്ച് കേൾക്കുക. ബസുർത്തു എന്നുള്ളത് ബസുറ യബ്സുറു ബസുറൻ, ഞാൻ കണ്ടു എന്നാണ്. ഖബലത്തു എന്നുള്ളത് ഖബല യഖ്ബിലു ഖബലുൻ, ഞാൻ വാരിയെടുത്തു, ഞാൻ പിടിച്ചെടുത്തു എന്നൊക്കെയാണ്. ഖബല ഞാൻ പിടിച്ചു. നബദ്തുഹ എന്നുള്ള വാക്ക് നബദ എന്ന വാക്കിൽ നിന്നാണ്. യംബിദു നബ്ദുൻ, ഞാൻ അതിനെ എറിഞ്ഞു കളഞ്ഞു, ഞാൻ അതിനെ താഴേക്കിട്ടു എന്നൊക്കെയാണ് അതിന്റെ. സവ്വലത്ത് എന്നുള്ള വാക്ക് സവ്വല യുസവ്വിലു തസ്വീലുൻ, ഭംഗിയായി തോന്നിപ്പിച്ചു എന്നാണ് സവ്വല എന്ന വാക്കിന്റെ അർത്ഥം. ഭംഗിയായി തോന്നിപ്പിച്ചു. വാക്കിന്റെ അർത്ഥങ്ങൾ നോക്കുക. സാമിരി എന്നൊരു വലിയ ബുദ്ധിജീവിയാണ് എന്നാണ്. അങ്ങനെ ഒരു ബുദ്ധിപൂർവം ഞാൻ ആളുകളൊന്നും കാണാത്തത് എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് കാണാൻ സാധിച്ചു എന്നാണ് അവൻ തട്ടിവിടുന്നത്, അവൻ അതിനെ ന്യായീകരിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു വലിയ സംഭവം ഞാൻ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. അത്ഭുതങ്ങളെയും ആത്മീയ ചിഹ്നങ്ങളെയും ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ വഴിവേൽപ്പിക്കാൻ ചിലർക്ക് കഴിയാറുണ്ടല്ലോ. നിങ്ങളൊന്നും കാണാത്തത് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ സംസാരിക്കാറുണ്ടല്ലോ. അതൊക്കെ സാമിരിയുടെ പിന്തുടർച്ചക്കാരാ. എന്നിട്ട് അവൻ പറയുന്നത്, ഞാൻ എന്റെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് എന്നിട്ട് അത് പിന്നീട് ഞാൻ വലിച്ചെറിഞ്ഞ് വേറെ ചില വിഷയങ്ങളാണ് അങ്ങനെ ചെയ്തത്, അതിന് എനിക്ക് പ്രേരണ നൽകപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നവൻ പറഞ്ഞു പോവുകയാണ്. സാമിരിയുടെ മനസ്സ്, എന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് അഹങ്കാരപൂർവ്വം പറയും. എനിക്കങ്ങനെ തോന്നി, എന്റെ മനസ്സ് അത് നന്നായിട്ട് തോന്നി, അത് ചെയ്യേണ്ട നല്ല പ്രവൃത്തിയാണ് എന്ന്. സവ്വലത്ത് ലീ നഫ്സി, എന്റെ മനസ്സ് എന്നോട് നല്ലതാണ് എന്ന് പറഞ്ഞു, അങ്ങനെ ഞാനത് ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സഹോദരന്മാർക്കും
തന്റെ പിതാവിനോട് പറയാനുണ്ടായിരുന്നത് ഇതേ വാക്ക് തന്നെയായിരുന്നു. എപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ കിണറ്റിലിട്ട ആ സന്ദർഭം, അവർക്ക് അങ്ങനെ ആ സമയത്ത് അത് നല്ല പ്രവൃത്തിയായി തോന്നി, അങ്ങനെ അതുകൊണ്ട് അവർ ചെയ്തു എന്ന് പറയുന്ന ഒരായത്തുണ്ട് ഖുർആനിൽ. നമുക്കത് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ആലോചിച്ചു നോക്കുക, എന്താ പറഞ്ഞത്? ജനങ്ങൾക്കൊന്നും കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ വലിയൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ വലിയ സൂത്രക്കാരനാണ്. അതെന്താ സൂത്രം എന്നറിയോ? അതിന്റെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്ക് അതിലൊരു വ്യാഖ്യാനം ശ്രദ്ധിക്കാം. റസൂലിന്റെ അഥവാ മൂസ താങ്കളുടെ ഉപദേശങ്ങളും അധ്യാപനങ്ങളും ഞാൻ പേരിന് മാത്രമേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മിൻ അസരിർ റസൂലി എന്ന് പറഞ്ഞാല് റസൂലിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഖബലത്ത് ഞാൻ ഒരു പിടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ, കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ അത് തന്നെ എറിഞ്ഞു കളയുകയാണ്, ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം മനസ്സിന്റെ പ്രേരണക്കനുസരിച്ചാണ് പിന്നീട് പ്രവർത്തിച്ചത്. വക്കദാലിക സവ്വലത് ലീ നഫ്സി. ഈ വ്യാഖ്യാനമാണ് ഇമാം റാസിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുസാ നബി അലൈഹിസ്സലാം എന്ന അർത്ഥത്തിൽ റസൂലിനെ കാണുമ്പോഴാണ് ഈ വ്യാഖ്യാനം വരുന്നത്. ഇനി റസൂലിനെ സംബന്ധിച്ച് റസൂൽ എന്നത് മറ്റൊരു തരത്തിലാണ് അധിക വ്യാഖ്യാതാക്കളും പറഞ്ഞിരിക്കുന്നത്. അറബി വ്യാഖ്യാനങ്ങളിൽ, അറബി തഫ്സീറുകളിലൊക്കെ പല ആളുകളും പറഞ്ഞിരിക്കുന്നത് റസൂൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ എന്ന മലക്കിനെ ഉദ്ദേശിച്ചാകുന്നു. ജിബ്രീല് വഹിയുമായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ എപ്പോഴോ വന്നപ്പോ അത് വന്നത് ഒരു കുതിരപ്പുറത്തായിരുന്നു. അങ്ങനെ അവിടെ ആ കുതിര വന്നപ്പോ ഞാനത് കണ്ടുവെന്നും, എന്നിട്ട് കുതിരയുടെ കാൽപ്പാടിൽ നിന്ന് അടിയിൽ നിന്ന് ഒരു പ്രത്യേകമായ അവിടെ ഒരു ദിവ്യമായ ഒരു സാധനം ഞാൻ അവിടെ നിന്ന് പിടിച്ചെടുത്തു. ആ കാലടി അടിയിൽ നിന്ന് ഞാനൊരു പിടി മണ്ണെടുത്തു. അതും ഈ സ്വർണവും കൂടെ കൂട്ടിക്കലർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി, ഇങ്ങനെ ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയത്. അതാണ് ഇതൊരു സംസാരിക്കുന്ന പശുവായി മാറിയത് എന്നൊക്കെയാണ് സാമിരി അങ്ങനെ ചെയ്തു എന്നാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കഥകൾ അതിന്റെ സാധുതയും നിവേദന മാർഗങ്ങളും പല നിലക്കും വിമർശനം അർഹിക്കുന്ന കാര്യമാണ്. ആ മണ്ണിലെന്തോ സവിശേഷത കണ്ടോന്നും മറ്റാരും അത് കണ്ടിരുന്നില്ല എന്നും അത് അല്പെടുത്ത് സൂക്ഷിച്ചതായിരുന്നു, അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പശുക്കുട്ടിയെ നിർമ്മിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയേണ്ട മറുപടി എന്താണെന്നറിയും? എപ്പോഴായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടായത്? മൂസാ നബിയുടെ അടുക്കൽ ജിബ്രീൽ ഒരു കുതിരപ്പുറത്ത് വന്നു എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടതാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ഇമാം റാസിയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഞാൻ പുറത്ത് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് തന്നെ ഞാൻ അതിനെ വലിച്ചെറിയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ മനസ്സിന് അപ്പം നന്നായിട്ട് തോന്നിയിട്ട് അതൊക്കെയാണ് ചെയ്തു. ആളുകൾ അങ്ങനെയാണല്ലോ, ഞാൻ സ്വന്തത്തോട് തന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് തെറ്റ് ചെയ്യുന്ന ആളുകൾ. ഭയങ്കരമായ ഒരു ബുദ്ധിമാനാണ് എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ള ആളുകളെക്കാളൊക്കെ വലിയ പ്രത്യേകത ഉള്ള ആളാണ് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരെന്താ ചെയ്തത്? ആളുകളെ നിരീക്ഷിച്ചു, അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നോക്കി. പലരും തന്നെ മൂസാ നബിയോട് ഞങ്ങൾക്ക് കാണപ്പെടുന്ന ഒരു ദൈവം വേണമെന്ന് പറയുന്നത് അവൻ കേട്ടു. അതുകൊണ്ട് അവർക്കൊരു ദൈവം ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം നേടാൻ അവൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അവൻ ഇവിടെ ഈ പശുക്കുട്ടി ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്നത്. ഇതാണ് ഈ സ്വർണം ഒഴുക്കി അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ജനങ്ങളെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു പ്രവൃത്തിയാണ് ഈ ഒരു മനഃശാസ്ത്രം. ജനങ്ങളുടെ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അവർക്ക് കാണപ്പെടുന്ന ഒരു ദൈവം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ.
അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളുകളൊക്കെ. മിക്കവാറും സമൂഹത്തെ വഴിവെപ്പിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലെ വലിയ ആളാകാൻ വേണ്ടിയിട്ട്, ആളുകളുടെ വലിയ താല്പര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് വലിയ ദർസ് നടത്തുന്നത്, വലിയ വലിയ സംഗതികൾ നടത്തുന്നത്, വലിയ വലിയ വിഷയങ്ങൾ ഇതേപോലെ ആളുകൾ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പടച്ചോന്റെ പല വിവരങ്ങളും അറിയാം, വലിയ വലിയ കറാമത്തുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഇതിന്റെ പേരിലാണ്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, അവരെ ചൂഷണം ചെയ്യാണ്, അവരുടെ വികാരത്തെ, അവരുടേതായ ചില സംഗതികളെ, അവരുടെ ആ മാനസികമായ അവസ്ഥകളെ ഒക്കെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ് നോക്കൂ, ബസുറ എന്നാണ്. ബസുറ എന്നതും അബുസറ എന്ന് പറഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബസറിൽ നിന്ന് വാക്കിൽ നിന്ന് ഉണ്ടായതാണിത്. ഭാഷാപരമായി അബുസ്വറ എന്നാൽ കണ്ണുകൊണ്ടുള്ള സാധാരണ കാഴ്ചക്ക് പറയുന്ന സംഗതിയാണ് അബുസ്വറ എന്നുള്ളത്, കണ്ണുകൊണ്ട് നേരിട്ട് നോക്കിയിട്ട് കാണുന്ന സംഗതി. സാമിരി ഇവിടെ ഉപയോഗിച്ചത് ബസുറ എന്നാണ്. ബസുറ എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് ആണ്, അറിവ് കൊണ്ടുള്ള കാഴ്ചയാണ്, ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ്. ആളുകളൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ചില സംഗതികൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ചില നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചില ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ഇവരും പറയുന്നു. എന്താ പറഞ്ഞത്? അവരൊന്നും കാണാത്ത വിധത്തിൽ അറിവ് കൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു കാഴ്ച എനിക്കുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതാണ്. അപ്പോ സാമിരിക്ക് അറിവുണ്ടായിരുന്നു, അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകനായ റബ്ബിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനെ സംബന്ധിച്ചൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ മനസ്സിലാക്കിയ ആ വിഷയം, പക്ഷേ അത് നബദ, ഞാനത് വലിച്ചെറിയുകയാണ് ഉണ്ടായത്, ഞാനത് പിന്തുടർന്നില്ല. അറിവില്ലാത്തവനല്ല, മറിച്ച് അറിവ് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് സമൂഹത്തിൽ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. ആരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ? അറിവില്ലാത്തവരാണോ? അല്ല, അറിവ് വെച്ചുകൊണ്ട് ആ അറിവ് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ അറിവുകൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ്, നേതാക്കളാണ്, അതേപോലെയുള്ള സമൂഹമാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് അനുഭവം ഉള്ള കാര്യമാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനതകൾക്ക് വിഗ്രഹങ്ങളോടുള്ള ആ വലിയ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഇല്ലാത്ത സമയം നോക്കി അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്വർണം കൊണ്ടുള്ളതും ശബ്ദമുള്ളതുമായ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ആളുകളൊക്കെ അതിൽ വീഴുമെന്ന് അവന്റെ ബുദ്ധി കൊണ്ട് അവൻ കണ്ടു മനസ്സിലാക്കി എന്നാണ് ബസുറ എന്ന വാക്കിനർത്ഥം. മനസ്സിലായല്ലോ? പിന്നെ ഖബലത്തം മിൻ അസരി റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞുപോയി. രണ്ടു തരത്തിലുള്ള വിശദീകരണങ്ങളാണ് തഫ്സീറുകളിൽ കാണുന്നത്. പക്ഷേ ഒരു വിശദീകരണത്തിന് ആ ജിബ്രീലിനെ കുതിരപ്പുറത്ത് കണ്ടു, ആ കുതിരയുടെ കാൽപാദം പതിക്കുന്നിടത്തെല്ലാം പച്ചപ്പും ജീവനും ഉണ്ടാകുന്നത് അവർ ശ്രദ്ധിച്ചു. അവിടെ നിന്നൊരു പിടിമണ്ണ് വാരി അത് കാളക്കുട്ടിയുടെ രൂപത്തിൽ ഇട്ടപ്പോഴാണ് ജീവനുള്ളതുപോലെ ശബ്ദം ഉണ്ടായത് എന്നൊക്കെ പറയുന്ന ആ വ്യാഖ്യാനത്തിന് കൃത്യമായ പിൻബലമില്ല. മറിച്ച് ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇമാം റാസി പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസാ നബിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ പ്രവൃത്തിയിലേക്ക് വന്നത് എന്നാണ് നമ്മൾ ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അവസാനം പറഞ്ഞത് സവ്വലത് ലീ നഫ്സി എന്നാണ്. എന്റെ മനസ്സ് എനിക്ക് അന്നങ്ങനെ തോന്നി എന്നാണ്. ഇതെല്ലാം എന്റെ മനസ്സെനിക്ക് ഭംഗിയാക്കി തന്നു എന്നാണ്. നന്മ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ സവ്വലത്ത് എന്ന് പറയില്ല, തോന്നിപ്പിച്ചു എന്ന് ശരിയാക്കി തന്നു എന്ന് പറയേണ്ടതില്ല. മറിച്ച് തിന്മയും വഴികേടുമൊക്കെ ചെയ്യാൻ വേണ്ടി മനസ്സ് ന്യായീകരിക്കപ്പെടുമ്പോഴാണ്, അങ്ങനെ ന്യായീകരിച്ചു തരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ സവ്വലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സ് അങ്ങനെ പറയുന്നു, അതിനനുസരിച്ച് അതിന്റെ പിന്നാലെ പോകുന്നു, എന്നിട്ട് തെറ്റ് ചെയ്യുന്നു, അങ്ങനെ രൂപമാണ് ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയാണ്
സവ്വലത് ലി നഫ്സി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ ആയത്തും അവനോടുള്ള ചോദ്യവും അവന്റെ മറുപടിയും കണ്ടല്ലോ. എവിടെയും തൊടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അവനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ എന്റെ മനസ്സ് തന്നെ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ പറഞ്ഞ റസൂല് പറഞ്ഞ പല വിഷയങ്ങളും അതിലൂടെ ഉള്ളിന്റെ ഉള്ളിലൂടെ ചില വിഷയങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില വർത്തമാനങ്ങളാണ് സാമിരി ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാനൊന്നും മൂസാ നബി അലൈഹി സ്വലാം പോയില്ല. പിന്നെന്താ പറഞ്ഞതെന്നറിയോ? നീ ഇവിടുന്ന് പോകണം എന്നാണ്. നിന്റെ അവസരങ്ങൾ കഴിഞ്ഞു. ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ഒക്കെയാണല്ലോ നീ പ്രവൃത്തി ചെയ്തത്. പക്ഷെ ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്താ നോക്കൂ, قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه آكفا لنحرقنه ثم لننسفنه في اليم نسفا. ഒരു വലിയ ആയത്താണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കുറെ പദങ്ങളും മനസ്സിലാക്കാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആൻ മുന്നിൽ വെച്ച് ഓരോ വാക്കും ശ്രദ്ധിച്ച് കേട്ടു നോക്കുക. എന്നാൽ പെട്ടെന്ന് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫദ്ഹബ്, ഫ എന്നാൽ ഇദ്ഹബ്, നീ പോകുക, നീ പോ, എന്നാൽ നീ പോ ഇവിടുന്ന്. ഫഇന്ന, തീർച്ചയായും, ലക്ക, നിനക്ക്, ഫിൽ ഹയാത്തി, ഈ ജീവിതത്തിൽ ഉണ്ട്, അൻ തഖൂല, നീ പറയൽ, ലാ മിസാസ, തൊട്ടുകൂടാ എന്ന് നീ പറയുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അപ്പോ ഇവന് ഈ ജീവിതത്തിൽ കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് തൊട്ടുകൂടാ, ലാ മിസാസ് എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ്. അതെന്താണത്? വഴിയെ പറയാം, ശ്രദ്ധിക്കാം. വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫ, രണ്ടാമത്തേത് വഇന്ന ലക, തീർച്ചയായും നിനക്കുണ്ട്, മൗഇദൻ, ഒരു അവധി, ലൻ തുഖ്ലഫഹു, അത് ലംഘിക്കപ്പെടുകയില്ല, തുഖ്ലഫഹു, അത് അതിലംഘിക്കപ്പെടുകയേ ഇല്ല. നിനക്കൊരു അവധിയുണ്ട്, നീ മരിക്കും, മരണത്തിന് ശേഷം പടച്ചവന്റെ വിചാരണയെ നേരിടേണ്ടതായിട്ട് വരും, അവിടെയും നീ ശിക്ഷിക്കപ്പെടും. ഈ രണ്ട് തരത്തിലുള്ള ശിക്ഷ നിനക്ക് വരാൻ പോകുന്നുണ്ട്. ഇതാണ് അവരോട്. ഒന്ന്, നീ ഇവിടുന്ന് പോണം, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകണം. രണ്ടാമത്തത്, നീ ഇനി നിന്റെ ജീവിതത്തിൽ പറയാൻ പോകുന്നത് തൊട്ടുകൂടാ എന്നാണ് നീ പറയാൻ പറഞ്ഞത്. എന്നെ തൊടരുത്, എന്നെ തൊട്ടുകൂടാ, എനിക്ക് ആരെയും തൊട്ടുകൂടാ, എന്നെയും ആരും തൊട്ടുകൂടാ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ വിപത്താണ്, വലിയൊരു രോഗമാണ്, വലിയ ശാരീരികമായ ഒരു അവസ്ഥയാണ് നിനക്ക് വരാൻ പോകുന്നത്. ഇത് ഇവന് മാത്രം ഉണ്ടായിരുന്നതാ, വല്ലാത്തൊരവസ്ഥയാണ്. രണ്ടാമത്തത്, അതുകൊണ്ട് കഴിയോ? ഇല്ല, ഇതെല്ലാം അതിലംഘിക്കപ്പെടാത്ത ഒരു അവധിയും നിനക്കുണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായി. ബാക്കി, വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ, വൻദുർ, അതോടൊപ്പം നീ നോക്ക്, നീ നോക്കിക്കോ, ഇലാ ഇലാഹിക്ക, നീ ഉണ്ടാക്കിയ ഈ ഇലാഹിലേക്ക്, ഈ ദൈവത്തിലേക്ക് നീ നോക്ക്. ഇലാഹിക്ക, നീ ഒരു ഇലാഹിനല്ല ഉണ്ടാക്കിയത്, അള്ളാഹു ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലാഹിനെ നീ ഉണ്ടാക്കിയതാണല്ലോ. അതിന്റെ അവസ്ഥ എന്താണെന്ന് നീ നോക്ക്. അല്ലദീ ളൽത ആകിഫൻ, നീ എഴുത്തിക്കാഫിരിക്കുന്നവനായ, നീ പൂജിച്ചു കൊണ്ടേയിരിക്കുന്ന, ലൽത ആകിഫൻ, പൂജിച്ചു കൊണ്ടേയിരിക്കുന്ന, ലൽത ആയിത്തീർന്ന, അലൈഹി, അതിന്റെ മേൽ, ആകിഫൻ, എഴുത്തിക്കാഫിരിക്കുന്ന, പൂജിക്കുന്ന ആളായിരുന്ന ആ ഇലാഹിനെ, നിന്റെ ദൈവത്തെ നീതാ നോക്കിക്കോ. എന്താ ചെയ്യാൻ പോണത്? അതിന് ലനുഹരിഖന്നഹു, നാം അതിനെ ചുട്ടരിക്കുന്ന തന്നെ ചെയ്യും. ലനുഹരിഖന്നഹു, നാം അതിനെ ചുട്ടരിക്കുക തന്നെ ചെയ്യും. അത്രയും പോലല്ലോ,
കാരണം ചുട്ടരിക്കുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയ സംഗതിയല്ലേ. അങ്ങനെ ലോഹം കൊണ്ടുണ്ടാക്കിയ സംഗതികൾ ചുട്ടരിച്ചാലും അതിന്റെ ബാക്കിയുണ്ടാകും. അതുകൊണ്ട് സുമ്മലനൻസിഫന്നഹു, പിന്നെ നാം അതിനെ പൊടിച്ച് കടലിൽ ഫില്യമ്മിനസ്ഫൻ, കടലിൽ വിതറിക്കളയുകയും ചെയ്യുന്നതാണ്. ലനൻസിഫന്നഹു, നാം അത് പൊടിച്ച്, ഫില്യമ്മി എന്നിട്ട് സമുദ്രത്തിൽ, നസ്ഫൻ പൊടി പൊടിയായിട്ട് അതിനെ വിതറിക്കളയുകയും ചെയ്യും. ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ രണ്ട് വിഷയം: ഒന്ന് നിനക്കുണ്ടാകാൻ പോകുന്ന സംഗതി, രണ്ടാമത്തത് നീ ഉണ്ടാക്കിയ ആ ദൈവത്തിന് സംഭവിക്കാൻ പോകുന്ന സംഗതി. ഈ രണ്ട് വിഷയമാണ് മൂസാ നബി അലൈഹിസ്സലാം ആരോട് പറയുന്നത്? സാമിരിയോട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞത്? ഒന്ന്, നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ, അതേകാലം നിന്റെ അതിനുശേഷം നിന്റെ അവധിക്ക് കഴിഞ്ഞാൽ അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തെ എന്താണ് നാം ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം. നീ ഉണ്ടാക്കിയ വലിയൊരു ദൈവമാണെങ്കിൽ അതിന് ഏൽക്കുന്ന സംഗതികളിൽ നിന്നെങ്കിലും അത് തടഞ്ഞു നിർത്തണ്ടേ, സ്വയം തടഞ്ഞു നിർത്തണ്ടേ? അതിന് സാധിക്കുന്നില്ലല്ലോ. മറിച്ച് നമ്മളിതാ അതിനെ പൊടി പൊടിച്ച് അതിനെ സമുദ്രത്തിലേക്ക് അതിനെ കരിച്ചു കളഞ്ഞ്, എന്നിട്ട് അതിനെ പൊടിച്ച് ഭസ്മമാക്കി വെണ്ണീരാക്കി നാം അതിനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അങ്ങനെ ആക്കാൻ സാധിച്ചെന്നില്ല. ഏതവസ്ഥയിലാണ് അതിനെ പൊടിച്ചിട്ട് പിന്നീട് ഒന്നും ഇല്ലാത്ത രൂപത്തിൽ നാം അതിനെ മാറ്റുന്നതാകുന്നു എന്നാണ് അവിടെ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ അതിലുള്ള വാക്കുകൾ നോക്കാം. ഇദ്ഹബ് എന്ന് പറഞ്ഞു, ദഹബ യദ്ഹബു ദഹാബുൻ, നീ പോവുക. മിസാസ് എന്നുള്ള മസ്സ, യമസ്സു മസ്സുൻ, മിസാസുൻ സ്പർശിക്കൽ എന്നാണ് മസ്സ എന്നുള്ള വാക്കിനർത്ഥം. തുഖ്ലഫഹു എന്നുള്ളത് അഖ്ലഫ യുഖ്ലിഫു, ഇഖ്ലാഫ് ലംഘിക്കപ്പെടുന്നു എന്നാണ്. ലൽത എന്നുള്ള വാക്ക് ലല്ല യദല്ലു ലല്ലുൻ, നീ ആയിത്തീർന്നു എന്നാണ്. ആക്കിഫൻ എന്നുള്ള വാക്ക് അക്കഫ യഅകുഫു ഉഖൂഫുൻ, ഭജനമിരിക്കുക എന്നാണ്. നുഹർരിഖന്നഹു എന്നുള്ള വാക്ക് ഹർറഖ യുഹർരിഖു തഹ്രീഖുൻ, അതിനെ ചുട്ടരിക്കുന്നു എന്നാണ്. നൻസിഫന്നഹു എന്നുള്ള വാക്ക് നസഫ യൻസിഫു നസ്ഫുൻ, അതിനെ പറത്തിക്കളയുന്നു, പൊടിച്ച് പറത്തിക്കളയുന്നു എന്നൊക്കെയാണ് വാക്കുകളുടെ അർത്ഥം. അപ്പോ ലാമിസാസ എന്നാണ് അവന് വരാൻ പോകുന്ന ശിക്ഷ. എന്താണ് ആ ലാമിസാസ എന്നതും? അതേപോലെ നുഹർരിഖന്നഹു, ആ വിഗ്രഹത്തെ പൂർണ്ണമായും നശിപ്പിച്ച് കരിച്ചു കളഞ്ഞ് ചാരമാക്കി കടലിൽ ഒഴുക്കുകയും ചെയ്യുന്നതാണ് എന്ന ആ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. അപ്പൊ സാമിരി ബഹിഷ്കരിക്കപ്പെടുകയാണ്. ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ നീ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞാൽ അവൻ ഇനി ഇവിടെ സ്ഥാനല്ല, അവൻ ബഹിഷ്കരിക്കപ്പെട്ടു. പിന്നെന്താ സംഭവിക്കാൻ പോണത്? ഇനി വരാൻ പോകുന്ന ഒരു കടുത്ത ശിക്ഷ അവന് നിനക്കെന്താണ് ഈ ജീവിതത്തിൽ ബാധിക്കാൻ പോകുന്നതെന്നറിയോ? ജനങ്ങളുമായോ അവൻ ജനങ്ങളുമായോ ജനങ്ങൾ അവനുമായോ തൊടുവാനും സഹവസിക്കാനും പാടില്ലാതെ നിശ്ചയിക്കപ്പെട്ടു. അവൻ ആൾക്കാർക്ക് ചെന്ന് തൊട്ടൂടെ? അഥവാ അറിയാണ്ട് അവൻ പറയും അവന് തൊടാൻ പറ്റും, അവനെ ആർക്കും തൊടാൻ പറ്റൂല. അവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ കറണ്ടിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? നമ്മൾ തൊടുവോ? നമ്മൾ തെറിച്ചു പോകില്ലേ? അതേപോലെ ഇവനെ തൊട്ടാൽ എന്തോ സംഭവിക്കുന്ന രൂപത്തിലുള്ള മാരകമായ രോഗമാണ് അവന് പിടിപെടുന്നത്. അവനെ ആർക്കും അങ്ങോട്ടും തൊട്ടുകൂടാ, അവന് വേറെ ആരെങ്കിലും സ്പർശിച്ചുകൂടാ എന്ന ആ കാര്യത്തെയാണ് ലാ മിസാസ, പരസ്പരം തൊട്ടുകൂടാ എന്നുള്ള ഒരു ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ ശിക്ഷയെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. പിന്നെ അവന് കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ അലഞ്ഞു നടന്ന് ജീവിക്കേണ്ടതായി വന്നു എന്നാണ് അവന്റെ ചരിത്രത്തിൽ. കാരണം അവനുമായി ആരെങ്കിലും തൊടുന്ന പക്ഷം എന്തോ സുഖക്കേട് അവന് വരും പോലും. അവനാരെങ്കിലും തൊട്ടാ അവനെന്തോ സുഖക്കേട് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഒരു ഭാഗത്ത് സംഭവിച്ചു. മറുഭാഗത്ത് പശുക്കിടാവിനെ എരിച്ച് പൊടിച്ച് വെള്ളത്തിൽ വിതറി നശിപ്പിച്ചു കളഞ്ഞു. അത് തൗറാത്തിലുണ്ട് വിഷയമൊക്കെ. ചുട്ടുഭസ്മമാക്കി അരച്ചു പർവ്വതത്തിൽ നിന്നൊഴുകുന്ന തോട്ടിലിട്ട് കളഞ്ഞു എന്നാണ് ആവർത്തന പുസ്തകത്തിൽ വന്നത്. എങ്ങനെ?
ചുട്ട് ഭസ്മമാക്കി അരിച്ചു പർവ്വതത്തിൽ നിന്നൊഴുകുന്ന തോട്ടിലിട്ട് കളഞ്ഞു. ആ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അത് ആവർത്തന പുസ്തകത്തിൽ പുറപ്പാടിൽ പറയുന്നത് ചുട്ടരച്ചു ഭസ്മം വെള്ളത്തിൽ വിതറി ഇസ്രായേല്യരെ കുടിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അവന് വമ്പിച്ച ശിക്ഷയാണ് ഇവിടെ ഏൽക്കേണ്ടി വന്നത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കൽപ്പന ധിക്കരിച്ചു. ആളുകളെയൊക്കെ ശിർക്കിലേക്ക് കൊണ്ടുപോയി അവിടെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എന്ന്. നമ്മുടെ സമയം കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് കഴിയാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ ആയത്തിന്റെ ബാക്കി ഭാഗം. അങ്ങനെ ലാ മിസാസ എന്ന് പറഞ്ഞല്ലോ, നീ പോകൂ, നിനക്ക് ഇഹലോകത്തുള്ള ശിക്ഷ ഇതാണെന്ന് പറഞ്ഞല്ലോ, നീ എന്നെ തുടരുന്നതാണ് പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇവന്റെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് ആലോചിക്കുക. സാമരി എന്താ ആഗ്രഹിച്ചത്? നമ്മൾ പറഞ്ഞു, വലിയ ജനസ്വാധീനം ഉണ്ടാകണം, വലിയൊരു അനുയായി വൃന്ദം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അവൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്, ജനങ്ങൾ ആകർഷിച്ചത്. എന്നാൽ ആ ആളുകൾ ആരാണോ അവന്റെ അനുയായികളായി മാറണമെന്ന് അവൻ ആഗ്രഹിച്ചത്, അവരിൽ നിന്നെല്ലാം അവൻ തന്നെ സ്വയം ഓടിയകലാനുള്ള ഒരു വിധിയാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആളുകളാരും അങ്ങോട്ട് പോവില്ല. അതോടൊപ്പം തന്നെ അവൻ തന്നെ അവരിൽ നിന്നൊക്കെ ഓടിയകലുകയാണ്. ആരെങ്കിലും അടുത്തു വന്നാൽ എന്നെ തുടരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പേടിച്ചോടുന്ന വല്ലാത്തൊരവസ്ഥ, ജനങ്ങളെ കണ്ടാൽ പേടിക്കുന്ന ഒരവസ്ഥ. ജനക്കൂട്ടത്തെ ആഗ്രഹിച്ചവന് ജനങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ കൊണ്ടാണ് അള്ളാഹു അവിടെ ശിക്ഷ നടപ്പാക്കിയതെന്ന്. പടച്ചോൻ നൽകുന്ന ഈ ലോകത്തും പരലോകത്തും നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഓരോ ആളുകൾക്കും സമുദായത്തിനുമൊക്കെ നൽകപ്പെട്ട ശിക്ഷ, പല സമുദായങ്ങൾക്കും നൽകപ്പെട്ട ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവന് നൽകിയ അതികഠിനമായ ഇത്തരത്തിലുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കുക. അപ്പൊ ഇതേപോലെയുള്ള കള്ള പ്രവാചകന്മാരും കള്ള ഔലിയാക്കളും അല്ലെ പ്രത്യേകക്കാരനാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഈ ആളുകളൊക്കെ ഇങ്ങനെയുള്ള ചില പുത്തൻ വാദങ്ങളുമായി വരുമ്പോ അവരൊക്കെ രക്ഷപ്പെടുന്നത് അധികാരവും ജനങ്ങളുടെ പ്രീതിയൊക്കെയാണ്. അതിനെ അവർ സ്വീകരിക്കുന്ന വഴിയാണ് മതനിയമങ്ങളിൽ ഇളവ് നൽകുക. പടച്ചോൻ ആരാധിക്കാൻ വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇതായി പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇലാഹിനുണ്ടാക്കി അതിന്റെ മുമ്പിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. ആളുകൾ അങ്ങനെ ചില ആഗ്രഹങ്ങൾ വെച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ അവൻ നടത്തുക. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവത്തെ, അന്യ ദൈവങ്ങളെ ആരാധിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ആ ബഹുദൈവ ആരാധനയിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ ആൾക്കാര് ഇങ്ങനെ ഒരു ഈസി റിലീജിയൻ, ഇങ്ങനെയുള്ളൊരു എളുപ്പമുള്ളൊരു മതം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മതത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന ദേഹേച്ഛകൾക്കനുസരിച്ച് ആളുകളുടെ തൃപ്തികൾ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ മതത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പഠിപ്പിച്ച വിഷയങ്ങളിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. പ്രത്യേകിച്ച് ജനങ്ങളെ ബിംബാരാധനയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന ശിക്ഷ ഇപ്പോലെയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ ഇവിടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ഭവിഷ്യത്തുകൾ ഭയങ്കരമാണ്. ഖുർആൻ അത് നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടാളികളായി കൊണ്ടു നടക്കുന്ന ആളുകൾ പരലോകത്ത് വരുമ്പോ ആ സുഹൃത്തുക്കളായി മാറിയ ആളുകൾ വലിയ വലിയ ശത്രുക്കളായി മാറുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് പരലോകത്തുണ്ടാകുക. അപ്പൊ യഥാർത്ഥ സ്നേഹിതർ എന്ന് പറയുമ്പോ പാപത്തിൽ നിന്ന് തടയുന്നവരായിരിക്കണം, ആ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരാകരുത്. ഇത് സാമിരി ചെയ്തത് ആ സമൂഹത്തിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെ തിന്മയിൽ സഹായിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് 98-ാമത്തെ ആയത്തിലേക്ക്
അത് കഴിഞ്ഞിട്ട് വേറെ ഈ സംഭവം അവിടെ അവസാനിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു വിഷയത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിലൂടെ പോകുന്നത്. അള്ളാഹു കൂടുതൽ കേൾക്കാനും അറിയാനും ശരിയായത് മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് അതിനുള്ള അവസരം ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പുലർത്താനും ഒക്കെയുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകുമാറാകട്ടെ.